ഇന്നും ഒരു ട്രാവൽ വ്ളോഗുമായിട്ടാണ് ഞങ്ങൾ എത്തിയിട്ടുള്ളത്. റിയാദിൽ നിന്ന് വിസിറ്റ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ബ്യൂട്ടിഫുൾ പ്ലേസ് ആണ് കാണിക്കുന്നത്. വീക്കെൻഡിലേക്ക് നമുക്ക് വിസിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി പ്ലേസ്. ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട് ഞങ്ങൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കണ്ടു നോക്കുക. അതിൻ്റെ ചെറിയ ക്ലിപ്സ് ആണ് കേട്ടോ ഇപ്പം നിങ്ങൾ ഈ കാണുന്നത്. നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. കുട്ടികൾക്കൊക്കെ ഇഷ്ടമാവുന്ന ഒരു പ്ലേസ് ആയിരുന്നു അത്. അപ്പോൾ അവിടുന്ന് ഞങ്ങൾ പിന്നെയും ട്രാവൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത ഡെസ്റ്റിനേഷനിലേക്കാണ് പോകുന്നത്. ക്ലൈമറ്റ് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാക്കും, നല്ല വ്യത്യാസം വന്നിട്ടുണ്ട്. അപ്പോൾ അടുത്ത സ്ഥലം ഏതാണെന്ന് നമുക്ക് നോക്കാം. അതിനായി വെൽക്കം ബാക്ക്. എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങൾ ഈ ട്രാവൽ പ്ലാൻ ചെയ്യുന്ന സമയത്ത് തന്നെ വെതർ നോക്കിയിട്ടാണ് ഇറങ്ങിയത്. കുട്ടികളായിട്ട് ഇറങ്ങുന്ന സമയത്ത് വെതർ പെർഫെക്റ്റ് ആയാലേ നമ്മുടെ യാത്രയും പെർഫെക്റ്റ് ആവുള്ളൂ. അപ്പം മഴയൊന്നും കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പം ചെറുതായിട്ട് മഴയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. മഴയത്തൊരു ഡെസേർട്ട് ഡ്രൈവ് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിരിക്കുമല്ലോ എന്ന് കരുതിയിട്ടാണ് കേട്ടോ മുന്നോട്ട് പോയത്. പിന്നെ മഴ പെട്ടെന്ന് മാറും എന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷെ മഴ നല്ല സ്ട്രോങ് ആവുകയാണ് ചെയ്തത്. അത് കാരണം വഴിയിൽ കണ്ടൊരു ഇൻസിഡൻറ്റ് ഞങ്ങൾ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യാം. ക്ലൈമറ്റ് ഇതാ ഇതേപോലെ തന്നെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് സേഫായിട്ട് എവിടെയെങ്കിലും ഒന്ന് പാർക്ക് ചെയ്യാന്നുള്ളൊരു പ്ലാനിലാണ് കേട്ടോ മുന്നോട്ട് പോകുന്നത്. റോഡ് സൈഡിൽ പാർക്ക് ചെയ്യുന്നത് അത്ര സേഫ് അല്ല. അതുകൊണ്ടൊരു പമ്പ് വല്ലതും കാണുകയാണെങ്കിൽ അവിടെ കയറ്റി പാർക്ക് ചെയ്യണം എന്നാണ് വിചാരിക്കുന്നത്. കുട്ടികൾ ഇതാ ബാക്കിൽ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ക്ലൈമറ്റും ചെറുതായിട്ട് വ്യത്യാസം വന്നിട്ടുണ്ട്. ഈ ഭാഗത്ത് മഴ അങ്ങനെ ഉണ്ടായിട്ടില്ല എന്നാണ് തോന്നുന്നത്. അപ്പോൾ ഞങ്ങളുടെ ഡെസ്റ്റിനേഷനിലേക്ക് എത്താനായിട്ടുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെയല്ല, ഇവിടെയും നല്ല മഴ പെയ്തത് കാണുന്നുണ്ട്. അപ്പോൾ ഇതാ ഞങ്ങൾ ഉദ്ദേശിച്ച സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഇതാണ് ഞങ്ങൾ പറഞ്ഞ പ്ലേസ്. ഉഷൈഗറിലുള്ള ഹെറിറ്റേജ് വില്ലേജ് ആണിത്. മഴ ആയതുകൊണ്ട് അധികം ആൾക്കാരൊന്നും ഉണ്ടാവില്ല എന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷെ അതല്ല കേട്ടോ, നല്ല ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് പഴയ കാല ബിൽഡിങ് അതേപോലെ കൊണ്ട് നടക്കുന്ന ഒരു സ്ഥലമാണെന്നാണ് കേട്ടോ മനസ്സിലായിട്ടുള്ളത്. അപ്പം ഞങ്ങൾ അറിഞ്ഞത് അങ്ങനെയാണ്. ഇവിടെ ഇപ്പോഴും ആൾക്കാർക്ക് വേണമെങ്കിൽ താമസിക്കാം എന്ന് കേട്ടിട്ടുണ്ട്. ഇവിടുത്തെ ഷോപ്പുകളും ഒന്നും വ്യത്യാസപ്പെടുത്തിയിട്ടില്ല. സെയിം ബിൽഡിങ്ങിനകത്ത് തന്നെയാണ് ഷോപ്പുകളും എല്ലാം ഉള്ളത്. മാക്സിമം നമുക്ക് ഈ വീഡിയോയിൽ ഒന്ന് കണ്ടു നോക്കാം. ഞങ്ങൾ കാർ ഇവിടെ പാർക്ക് ചെയ്തിട്ട് മുന്നോട്ടേക്ക് നടക്കുകയാണ് ചെയ്തിട്ടുള്ളത്. കാർ ഉള്ളോട്ടേക്ക് എടുത്തിട്ടില്ല. ഇതാ ഇവിടെ ഒരു ഫ്രണ്ടിലൊരു സ്റ്റേജ് പോലെ കാണുന്നുണ്ട്. സ്റ്റേജ് ആണോ എന്ന് അറിയില്ല കേട്ടോ. ഇവിടെ എല്ലാ ബിൽഡിങ്ങുകളും ഇങ്ങനൊരു രീതിയിലാണ് കേട്ടോ ഉള്ളത്. മണ്ണ് കൊണ്ടുണ്ടാക്കിയ ടൈപ്പ് ബിൽഡിങ്ങുകളാണ് ഉള്ളത്. ഇനിയും കുറേ മുന്നോട്ടേക്കാണ് ബിൽഡിങ്ങുകൾ കാണാനുള്ളതെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ മുന്നോട്ടേക്ക് നടക്കുകയാണ്. അപ്പോൾ ഇത് വേറൊരു ബിൽഡിംഗ് ആണ്. എല്ലാ ബിൽഡിങ്ങുകൾക്കും ഓരോ ഫാമിലീൻ്റെ പേര് കൊടുത്തിട്ടുണ്ട്. ഒരു പക്ഷേ ഇത് അവരുടെ ബിൽഡിംഗ് ആയിരിക്കാം. അപ്പോൾ ഇത് വേറൊരു ബിൽഡിംഗ് ആണ്. ഇവിടെ ഒരു മ്യൂസിയം കാണുന്നുണ്ട്. ഈ മ്യൂസിയത്തിൽ പഴയ കാലത്ത് ആൾക്കാർ യൂസ് ചെയ്ത കുറേ സാധനങ്ങളാണ്, പാത്രങ്ങൾ, അങ്ങനത്തെ കുറേ സാധനങ്ങളാണ് ഉള്ളത്. ഈ ഒരു ബിൽഡിങ്ങിൻ്റെ മുകളിൽ നഷ്വാൻ ഹൗസ് എന്നാണ് കേട്ടോ എഴുതിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇവിടെ ഒരു അറബ് ലേഡി ഉണ്ടായിരുന്നു. അവർ ഞങ്ങളോട് പറഞ്ഞു ഉള്ളിലേക്ക് പോയിട്ടൊന്ന് കണ്ടോളാൻ. മുന്നിൽ പോകുന്ന ടീമിൻ്റെ കൂടെ പോയിട്ട് ഉള്ളിലൊക്കെ ഒന്ന് പോയി കണ്ടോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനും മോളും കൂടിയിട്ട് ഉള്ളിലേക്ക് കയറുകയാണ് ചെയ്തത്. ഇതിൻ്റെ ഉള്ളിലേക്ക് കടന്നപ്പോഴാണ് മനസ്സിലായത് ഇതിൻ്റെ ഉള്ളിലേക്ക് ഒരുപാട് വേറെ റൂമുകളായിട്ട് തിരിച്ചു വെച്ചിട്ടുണ്ട്.
പല റൂമുകൾക്കും പല പേരുകളും കൊടുത്തിട്ടാണ് കേട്ടോ തിരിച്ചിട്ടുള്ളത്. ചിലത് അടച്ചിട്ടിട്ടാണുള്ളത്, ചിലത് പൊളിഞ്ഞിട്ടുണ്ട്, ചിലത് അവർ നല്ലപോലെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ട് നടക്കുന്നുണ്ട്. ഇതൊരു പഴയ പള്ളിയാണ് കേട്ടോ. ഇവിടെ ഇപ്പോഴും പ്രാർത്ഥന നടക്കുന്നുണ്ട്. ഞങ്ങൾ നോക്കുമ്പം അവിടെ ഇപ്പോഴും ആൾക്കാർ പ്രാർത്ഥിക്കുന്നുണ്ട്. ഇവിടെ കൂടി എന്താണെന്ന് നോക്കിയിട്ട് ഞങ്ങൾ തിരിച്ച് പോകാമെന്നാണ് വിചാരിച്ചിട്ടുള്ളത്. പുറത്ത് ഹസ്ബൻഡ് വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാ ഇവിടെ കുറച്ച് ലേഡീസ് വീഡിയോസ് എടുക്കുന്നത് കണ്ടപ്പോൾ വന്ന് നോക്കിയതാണ്. ഒരു വെള്ളക്കെട്ടാണ്, വെള്ളം ഒഴുകി പോകുന്ന ഒരു പ്ലേസാണ്. മഴ പെയ്തതുകൊണ്ട് വെള്ളം വന്നതാണോ എന്ന് അറിയില്ല. ഇത് പുറത്തേക്കാണ് വഴി കാണിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടേക്കൊന്ന് പോയി നോക്കിയതാണ്. അത് വേറൊരു പ്ലേസിലേക്കാണ് കേട്ടോ എത്തിയത്. ഇതൊരു ഈന്തപ്പന തോട്ടം പോലെയുണ്ട് കാണാൻ. ഈ കെട്ടിവെച്ചത് എന്താണെന്ന് നോക്കുകയായിരുന്നു. ഇത് കിണറാണെന്നാണ് തോന്നുന്നത്. നല്ല ആഴമുണ്ട്, കിണറ്റ് കാണുന്നില്ല. ഞങ്ങൾ വന്ന വഴിയെ തിരിച്ച് നടക്കുകയാണ്. അപ്പോൾ ഇതാണ് ഞങ്ങൾ വന്നിട്ടുണ്ടായിരുന്ന എൻട്രൻസ്. ഈ ഒരു ഹൗസിലേക്ക് വന്ന വഴി ഇതായിരുന്നു. ഇതിൻ്റെ ഉള്ളിലെ ചെറിയ കോഫി ഷോപ്പുകളൊക്കെ കാണുന്നുണ്ട്. വേറെയും ഷോപ്സ് ഒക്കെ കണ്ടിട്ടുണ്ട്. അപ്പം ഞങ്ങൾ മഴ പെയ്യുന്നതുകൊണ്ട് കുറച്ച് വേഗം നടന്ന് പോവുക എന്നുള്ളൊരു പ്ലാനിലാണ് ഉള്ളത്. ഇത് ഫസ്റ്റ് സ്കൂളാണ്, ഉഷൈഗറിലെ ഫസ്റ്റ് സ്കൂളാണെന്നാണ് എഴുതിയിട്ടുള്ളത്. ഇതിനകത്ത് ചെറിയ ചെറിയ മോസ്കുകൾ ഒരുപാടുണ്ട്, ഒരുപാട് പള്ളികൾ കയറി കണ്ടു. ഇത് നമുക്കിവിടെ കാണാൻ കഴിയില്ല, മഴ കൊണ്ട് നടക്കേണ്ടി വരും. അപ്പോൾ മഴ നല്ല സ്ട്രോങ് ആയതുകൊണ്ട് ഞങ്ങൾ തിരിച്ച് കാറിലേക്ക് കയറി. അപ്പോൾ ഇവിടെ നല്ല മഴ പെയ്യുന്നുണ്ട്. ഞങ്ങൾ വരുമ്പോൾ ഉള്ള അതേപോലെ നല്ല ഇടിയും നല്ല മഴയും ഉണ്ട്. അപ്പോൾ പോകുന്ന വഴിയിലാണ് കുറേ കാറുകൾ ഇങ്ങനെ നിർത്തിയിരിക്കുന്നത് കണ്ടത്. അപ്പോൾ ആക്സിഡൻ്റ് ആണെന്നാണ് വിചാരിച്ചത് കേട്ടോ, പക്ഷെ ആക്സിഡൻ്റ് ആയിരുന്നില്ല. ഇവിടെ ഒരു വെഹിക്കിള് ഉള്ളിലോട്ടേക്ക് ഇറക്കിയിട്ടുണ്ട്, ഡെസേർട്ടിലേക്ക് ഇറക്കിയിട്ട് അവിടെ കുടുങ്ങിയിരിക്കുകയാണ്. ഒരു പക്ഷേ മഴയുടെ മുന്നേ ഇറക്കിയതായിരിക്കണം. അതിനകത്ത് ഫാമിലി, കുട്ടികളെല്ലാവരും ഉണ്ട്. അപ്പോൾ റെസ്ക്യൂ ടീമിനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ബാക്കിയുള്ള വെഹിക്കിൾസ് എല്ലാം. മഴ പിന്നെയും സ്ട്രോങ് ആവാണ്. ഞങ്ങൾ പിന്നെ വീണ്ടും അവിടുന്ന് സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ ഞങ്ങൾ സേഫായിട്ട് ഞങ്ങളുടെ പ്ലേസിൽ എത്തിയിട്ടുണ്ട്. മഴയെല്ലാം കുറഞ്ഞു വന്നിട്ടുണ്ട്. ഇപ്പോൾ റെസ്റ്റോറൻറ്റിൽ ഡിന്നർ കഴിക്കാൻ കയറിയതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എപ്പോഴും പറയുന്നത് പോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. അതുപോലെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാം. സോ സീ യു നെക്സ്റ്റ് വീഡിയോ. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ.